കൊച്ചി കളമശ്ശേരിയിലെ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനി ഉദിനൂരിലെ പി അമ്പിളി ആത്മഹത്യ ചെയ്തത് സഹപാഠികളുടെയും ഹോസ്റ്റൽ വാർഡന്റെയും മാനസിക പീഡനം മൂലമാണെന്ന് കുടുംബം. ഇതിനെല്ലാം തെളിവുകളുണ്ടെന്നും ഇവർ പറയുന്നു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. കൊച്ചി കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിനിയായ ഉദിനൂർ തടിയൻകോവിലിലെ പി അമ്പിളിയെ ഏപ്രിൽ 5-നാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാത്രി 11 മണിയോടെ ഹോസ്റ്റലിലെ ഫാനിൽ അമ്പിളിയെ തൂങ്ങിയ നിലയിൽ സഹപാഠി കണ്ടെത്തിയെന്നാണ് കുടുംബത്തിന് ലഭിച്ച വിവരം. എന്നാൽ പുലർച്ചെ 2:12 വരെ അമ്പിളിയുടെ ഫോൺ ഉപയോഗത്തിൽ ഉണ്ടായിരുന്നു എന്നതിന് തെളിവുണ്ടെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. സമയം 11 മണിയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അത് കഴിഞ്ഞും പിന്നെ ഈ വാട്സപ്പിൻ്റെ ലാസ്റ്റ് സീൻ നമുക്ക് 2:15 വരേക്കും കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതെങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല. അതിനു മുന്നേ അമ്മയും ഒരു 7:30 അമ്മ വിളിച്ചിരുന്നു അന്നേ ദിവസം. അപ്പോഴും നല്ല രീതിയിൽ സംസാരിച്ച കുട്ടി എങ്ങനെയാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയെന്ന് നമുക്കറിയില്ല. അവിടെ ഫസ്റ്റ് റൂംമേറ്റ്സ് ഉണ്ടായിരുന്നത് 4 കുട്ടികളായിരുന്നു. അതിൽ 2 കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. ഫെബി എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ പേര് നമുക്കറിയും, പക്ഷേ മറ്റു കുട്ടിയുടെ പേര് നമുക്കത്ര അറിയില്ല ആരാന്നുള്ളത്. ഫെബി എന്ന് പറഞ്ഞ പെൺകുട്ടി നന്നായിട്ട് ഈ കുട്ടിയെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. പലതരത്തിലെ പീഡനങ്ങൾ ഈ കുട്ടി അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വീട്ടിൽ സമയാസമയങ്ങളിൽ പറഞ്ഞിരുന്നെങ്കിലും അവൾ തന്നെ പറയുന്നു, ഇത് പറയാൻ പാടില്ല, ഇത് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അവിടെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും, തൽക്കാലം ഞാൻ തന്നെ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അത് പുറത്തേക്ക് കൂടുതൽ വരാതിരുന്നത്. ഹോസ്റ്റൽ മുറിയിലെ സാധനങ്ങൾ അമ്പിളിയുടെ ബാഗിനകത്ത് ഒളിപ്പിച്ചു വെക്കുകയും പിന്നീട് കാണാതായതായി പരാതി നൽകുകയും ചെയ്യുക, ഒറ്റപ്പെടുത്തി മാനസികമായി പീഡിപ്പിക്കുക, പഠനം തടസ്സപ്പെടുത്തുക തുടങ്ങിയവയാണ് സഹപാഠികൾക്കെതിരെയുള്ള കുടുംബത്തിന്റെ ആരോപണം. കോളേജ് പ്രൊഫസർ കൂടിയായ ഹോസ്റ്റൽ വാർഡൻ സഹപാഠികളുടെ ക്രൂരതയ്ക്ക് കൂട്ടുനിന്നതായും കുടുംബം ആരോപിക്കുന്നു. കുട്ടിയുടെ മറ്റു കുട്ടികളുടെ സാധനം കാണുന്നില്ല എന്ന് പറഞ്ഞ് ഇവളുടെ പേരിൽ പരാതി കൊടുക്കുകയും അത് വാർഡൻ വന്ന് ഇവൾക്ക് എതിരെ സംസാരിക്കുകയും ഒരു തരത്തിലുള്ള സപ്പോർട്ടും ഹോസ്റ്റലിൽ വെച്ച് കുട്ടിക്ക് കിട്ടിയിരുന്നില്ല. കുട്ടിയുടെ ഇൻ്റർണൽ മാർക്ക് വരെ കൊടുക്കുന്നത് അവിടെയുള്ള വാർഡനാണ് ഈ പ്രശ്നത്തിന് ഒരു ഉത്തരവാദി. ഈ കുട്ടീനെ പിന്നെ പുറത്തെവിടെയും വിടൂല ഇവർ. ബാക്കി എല്ലാവരും പുറത്തു പോയി ഇതാകുമ്പോൾ തടവറക്ക് സമാനമായിട്ടുള്ള ജീവിതമായിരുന്നു പിന്നീട്. ഇതെല്ലാം നമ്മൾ അറിയുന്നത് ഈ ലാസ്റ്റ് ടൈമിലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ അന്നേ പ്രതികരിച്ചേനെ. കുട്ടീനെ മനഃപൂർവ്വം ഈ ഒരു മെൻ്റൽ സ്റ്റേജിലേക്ക് എത്തിച്ചിട്ട് ആ രീതിയിലേക്ക് കൊണ്ടുവന്നതാണ്. അമ്പിളി മനോരോഗിയായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇപ്പോൾ നടന്നുവരുന്നത്. അമ്പിളിയുടെ മരണത്തിലെ ദുരൂഹത നീക്കാൻ സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് മാതാവ് പി ഗീത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.